ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പ് വട. അതാ പരിപ്പ് വട ഒരു ഈവനിങ്, ഒരു കട്ടൻ ചായയുടെ ഒപ്പം നമുക്ക് ഈവനിങ്ങിന് കഴിക്കാൻ വളരെ സ്വാദുള്ളൊരു വിഭവമാണ് പരിപ്പ് വട. ഈ പരിപ്പ് വട ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. ആദ്യം തന്നെ ഒരു കപ്പ് പരിപ്പ് ഞാനിവിടെ എടുത്തത് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് എടുത്തത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് വെള്ളത്തിലിടണം. 5 മണിക്കൂർ കുതിർത്താൻ വെച്ചു. ഈ കുതിരാൻ വെച്ച പരിപ്പിലെ എടുത്തിട്ട് മിക്സിയിൽ ഒട്ടും വെള്ളമില്ലാതെ കുറച്ച് നേരം പരിപ്പ് കോരി വെക്കണം. കോരി വെച്ചിട്ട് വെള്ളം അതിൽ നിന്ന് വറ്റി കഴിയുമ്പോൾ മിക്സിയിലിട്ട് കുറേശ്ശെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി, ഇത്തിരി പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ലൂസായിട്ടുള്ള പരിപ്പ് വെറുതെ വെള്ളത്തിൽ ഇടണേക്കാളും മുന്നേ വെള്ളത്തിൽ ഇടണേക്കാളും മുന്നേ കുറച്ച് പരിപ്പ് ലൂസായിട്ട് അതും കൂടി ഇടാം. എന്നിട്ട് കുഴച്ച് നമ്മൾ ഇങ്ങനെ കൈവെള്ളയിലെടുത്ത് കുഴക്കാം. കുഴച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ആക്കണം പരിപ്പൊടിയുടെ ആകൃതിയിൽ. പിന്നെ വേപ്പില ഇടണം കേട്ടോ. എന്നിട്ട് കുഴക്കണം. എന്നിട്ട് ഞാൻ ഇപ്പത് ഓയിലിട്ട് വറക്കണം. ഇത് കണ്ടോ, ഇപ്പം ഇത് ഇത്തിരി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരു സൈഡ്. നമുക്ക് മറിച്ചിടാം. പരിപ്പ് വട ഈവനിങ് സ്നാക്സ് ഇവിടെ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ചായയുടെ ഒപ്പം, പ്രധാനമായിട്ട് കട്ടൻ ചായയുടെ ഒപ്പം മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ, വൈകുന്നേരമൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ വിശന്നിട്ടല്ല ഭയങ്കര വന്നത്. അപ്പോൾ പരിപ്പോട വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ പരിപ്പോട വറുത്ത് കോരട്ടെ. ഞാനിവിടെ എടുത്തത് 1.5 കപ്പ് പരിപ്പാണ്, കടലപ്പരിപ്പാണ് എടുത്തത്. 1.5 കപ്പ് പരിപ്പ് കൊണ്ട് ഒരു 15 പരിപ്പോടെ വരെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതാ കൂട്ടരെ, യമ്മി പരിപ്പ് വട റെഡി. ഓക്കെ, ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് എവറിബഡി ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് വീഡിയോ. ബൈ ബൈ.